Hello friends, Dr. Sandeep Prabhakaran. We are very happy to announce we could complete 250 cases of RISM at Aster Medicity. അത് ഇന്ത്യയിലെ തന്നെ വലിയൊരു ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു സീരീസ് ആയിട്ടാണ് പറയുന്നത്. ഇത്തരം രോഗികളിലെ ഡാറ്റ ഞങ്ങൾ അനലൈസ് ചെയ്യുണ്ടായി ടു ഫൈൻഡ് ഔട്ട് ദ എഫിഷ്യൻസി ഓഫ് ദിസ് പ്രൊസീജിയർ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോടെല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. നമ്മൾക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 95% ഓഫ് പേഷ്യൻസിനും ഇത് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ 70% രോഗികളിൽ നമ്മൾക്ക് മരുന്ന് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 25% ആൾക്കാരിൽ മരുന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആൽഫ ബ്ലോക്കർ എന്നുള്ള ഏറ്റവും ലോ ഡോസിലുള്ള ഒരു മരുന്ന് മാത്രമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി സൈഡ് എഫക്ട് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള യാതൊരു സൈഡ് എഫക്റ്റും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. 2 രോഗികളിൽ നമുക്ക് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. റിസം തെറാപ്പി ചെയ്തിട്ടും യൂറിൻ പോവാൻ തടസ്സം ബുദ്ധിമുട്ടുണ്ടായ രോഗികളുണ്ട്. അതായത് മൂത്ര തടസ്സമായിട്ട് വന്ന് ട്യൂബ് ഇട്ടിട്ടുള്ള രോഗികൾ റിസം തെറാപ്പി ചെയ്തു, പക്ഷേ അവർക്ക് ട്യൂബൊക്കെ എടുത്ത് മാറ്റിയിട്ടും യൂറിൻ പോകാതെ ഇരുന്നിട്ടുണ്ട്. ആ രോഗികളിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ സ്റ്റഡി ചെയ്ത് മനസ്സിലായെന്ന് വെച്ചാൽ അവരുടെ ബ്ലാഡറിനുള്ള പവർ കുറവായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് യൂറിൻ പോകാനുള്ള തടസ്സം നിലനിന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ സെലക്ഷൻ ഓഫ് ദ കേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിസം തെറാപ്പി ചെയ്യാനായിട്ട്. എല്ലാ രോഗികളിലും നമുക്ക് റിസം തെറാപ്പി നമ്മൾ കൊടുക്കരുത്. നമുക്ക് ഓരോ രോഗിക്കും രോഗിയുടെ ബ്ലാഡറിൻ്റെ സ്റ്റാറ്റസ്, പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിസം തെറാപ്പി നമ്മൾ ചൂസ് ചെയ്യേണ്ടത്.